തൃശൂർ പനമുക്കിൽ സ്ഥാപിച്ചിരുന്ന സുരേഷ് ഗോപിയുടെ പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചു. ഇരുട്ടിൻ്റെ മറവിൽ നശിപ്പിച്ചതെന്ന് BJP പ്രവർത്തക. സംഭവം പനമുക്ക് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താനിരിക്കെ മനോജ് ചേരുന്നു തൃശ്ശൂരിൽ നിന്നും. മനോജ്, കഴിഞ്ഞ ദിവസം KSEB ഈ ഫ്യൂസ് ഊരിക്കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ പ്രചാരണം തടസ്സപ്പെടുത്തിയത്. അവിടെയൊന്നും തെരുവ് വിളക്കുകൾ കത്തിയിരുന്നില്ല. അങ്ങനെയുള്ള ഒരു ഇടപെടലാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചിരിക്കുന്നു. സ്വാഭാവികമായും രാഷ്ട്രീയ പ്രതിയോഗികൾ തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇരുട്ടിൻ്റെ ശക്തികൾ തന്നെയാണ് ഈ ബോർഡുകൾ നശിപ്പിച്ചത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, മനോജ്? തീർച്ചയായും അനന്തൻപിയാർ, ഈ സുരേഷ് ഗോപിയുടെ വൻ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള പ്രചാരണം ഈ തൃശ്ശൂരിൽ നടക്കുമ്പോൾ അത് ഇരു മുന്നണികളെയും ഭയപ്പെടുത്തിയിട്ടുണ്ടെന്നതിന് തെളിവ് തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന സംഭവം. അതുപോലെ തന്നെ ഈ ഫ്ലെക്സ് ബോർഡുകളൊക്കെ നശിപ്പിച്ചിരിക്കുന്നതും. ഇന്ന് ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും സുരേഷ് ഗോപി സന്ദർശനം നടത്തുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ രാവിലെ വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിൽ നിന്നുമാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം ഈ പനമുക്ക് ശിവക്ഷേത്രത്തിലേക്ക് പോകാനിരിക്കെ കഴിഞ്ഞ ദിവസം അവിടെയുള്ള പ്രവർത്തകരൊക്കെ ചേർന്ന് ഈ സുരേഷ് ഗോപിയുടെ പ്രചാരണ ബോർഡുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി ബൈക്കിലെത്തിയ സംഘം ഈ പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. ഏകദേശം 3ഓളം ബോർഡുകൾ ആ സ്ഥലത്ത് തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യാപകമായി മറ്റ് പ്രദേശങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് LDFന്റെ അനുഭാവികളായിട്ടുള്ള ആൾക്കാരാണ് ഇതിന് പിന്നിലെന്നാണ്. പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇവർ ഈ നശിപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ അല്പസമയത്തിനകം നമുക്ക് ലഭിക്കും. ഈ ഒരു സംഭവം, അതായത് കഴിഞ്ഞ ദിവസം അനന്തൻപിയാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരിങ്ങാലക്കുടയിൽ റോഡ് ഷോ നടന്ന സമയം ഈ KSEB ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള ഇരുവശത്തുമുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ ഓഫ് ചെയ്തു. അത് വളരെയധികം ജനപങ്കാളിത്തമുള്ള ഒരു റോഡ് ഷോ ആയിരുന്നു. അത്തരമൊരു റോഡ് ഷോയെ പോലും അവർ ഭയപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ പ്രചാരണ ബോർഡുകളും നശിപ്പിച്ചിരിക്കുന്നു. എന്തായാലും സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിയുടെ ആ ഒരു വിജയത്തിൽ ഭയപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഇരുമുന്നണികളും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് ജനങ്ങൾ തന്നെ പ്രതികരിക്കുന്നത്. അതൊക്കെ വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ. കാരണം സുരേഷ് ഗോപി വളരെയധികം ജനങ്ങളോട് ഇടപഴകിക്കൊണ്ട് ഈ ഓരോരുത്തരെയും നേരിട്ട് കണ്ടുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ അവരൊക്കെ തന്നെ അദ്ദേഹത്തോട് പറയുന്നത് ഈ നാടിന് വികസനം വേണമെന്നാണ്. അത്തരത്തിൽ വികസന നായകനായി സുരേഷ് ഗോപി ജയിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ജനങ്ങളൊക്കെ പ്രതികരിക്കുമ്പോൾ മറുവശത്ത് ഇരുമുന്നണികളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്തായാലും ഈ പനമുക്കിൽ സ്ഥാപിച്ചിരുന്ന ഈ 2 ബോർഡുകളും അതോടൊപ്പം മറ്റ് പ്രദേശത്തൊക്കെയുള്ള ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. അവിടെയുള്ള ജനങ്ങളും ഇതിനെതിരെ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. വൈകുന്നേരം അദ്ദേഹം എത്തുമ്പോഴേക്കും അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള ഒരു സ്വീകരണം തന്നെയാണ് അവിടെയുള്ള ജനങ്ങൾ ഒരുക്കുക. എന്തൊക്കെയായാലും ഈ ബോർഡുകളൊക്കെ നശിപ്പിച്ചാലും അല്ലെങ്കിൽ ഈ റോഡ് ഷോ ഒക്കെ ഇരുട്ടിലാക്കിയാലും ഒരിക്കലും അദ്ദേഹത്തിന്റെ വിജയത്തെ തടയാനാവില്ല എന്ന് തന്നെയാണ് BJP നേതൃത്വവും മറ്റ് ജനങ്ങളും ഒക്കെ വ്യക്തമാക്കുന്നത്. എന്തായാലും തൃശ്ശൂരിൽ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. NDAയുടെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത് ഇരു മുന്നണികളെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. കാരണം എല്ലാ മണ്ഡലത്തിലും യാത്ര ചെയ്യുമ്പോഴും അവിടെയുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തെ വലിയ സ്വീകാര്യതയോടെ തന്നെ വളരെയധികം ആഗ്രഹത്തോടെ അദ്ദേഹം വിജയിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ആ പരിപാടികളിൽ പങ്കെടുക്കുന്നു. ഇതൊക്കെ തന്നെ ഈ അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികളെ അലങ്കോലപ്പെടുത്തുവാൻ വേണ്ടി ഇരു മുന്നണികളും മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും തൃശ്ശൂരിൽ സുരേഷ് ഗോപി പോകുന്ന ഓരോ സ്ഥലത്തും അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യത അത് തന്നെയാണ് അദ്ദേഹത്തെ വിജയത്തിലേക്ക് നയിക്കുമെന്നുള്ള ഈ BJP നേതൃത്വത്തിന്റെയും അതുപോലെ തന്നെ ഇവിടെയുള്ള പൊതുജനങ്ങളുടെയും ഒരു പ്രതീക്ഷ. എന്തായാലും ആ പ്രതീക്ഷയിൽ തന്നെയാണ് NDA നേതൃത്വവും മുന്നോട്ട് പോകുന്നത്. കാരണം വലിയ തരത്തിലുള്ള പ്രചരണങ്ങൾ ഓരോ മണ്ഡലത്തിലും നടക്കുന്നു. എന്നാൽ അതിന് മറുവശത്ത് ഇരുമുന്നണികളും ചേർന്ന് അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികൾ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഓരോ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പതിപ്പിച്ചിട്ടുള്ള ഓരോ ബോർഡുകളും ആ തലയറുത്തുകൊണ്ട്
വെച്ചുകൊണ്ട് അവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. കാരണം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഈ BJP പ്രവർത്തകർ സ്ഥാപിച്ചിരുന്ന ബോർഡുകൾ അവിടെ ബൈക്കിലെത്തിയ സംഘം ഈ ബോർഡുകളൊക്കെ തന്നെ നശിപ്പിക്കുകയായിരുന്നു. എന്തായാലും പനമുക്കിലെ ജനങ്ങൾ നമ്മളോട് പ്രതികരിച്ചത് ഇങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തെ എത്രത്തോളം ആണോ ഈ പ്രചാരണത്തെ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചാലും അത്രത്തോളം അവിടെയുള്ള ജനങ്ങൾ പ്രതികരിക്കും, ജനങ്ങൾ അതിന് മറുപടി നൽകുമെന്ന് തന്നെയാണ് നമുക്ക് അവർ പ്രതികരിച്ചതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്നമ്പ്യ മനോജ്, പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പോലും വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് തീയതി എപ്പോഴാണ് എന്നറിയില്ല. ഒരുപക്ഷെ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഈ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് പ്രചാരണത്തിലേക്ക് സ്ഥാനാർത്ഥികൾ ഇറങ്ങിയിരിക്കുന്നത്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തുടക്കമാണ് ഇത് മനോജ്. തുടക്കത്തിൽ തന്നെ ഈ രീതിയിലുള്ള അക്രമം ആണെങ്കിൽ, ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ പ്രചാരണ ബോർഡുകൾ നശിപ്പിക്കുക, അതുപോലെ റോഡ് ഷോ അത് ഇരുട്ടിലാക്കുക, അങ്ങനെയാണ് രാഷ്ട്രീയ പ്രതിയോഗികൾ ഇതിനെ നേരിടുന്നതെങ്കിൽ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ, വരും ദിവസങ്ങളിൽ എന്തായിരിക്കും ഇവരുടെ സമീപനം മനോജ്? തീർച്ചയായും ഈ വരുന്ന ദിവസങ്ങളിലും ഇതുപോലുള്ള ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള വലിയ തരത്തിലുള്ള പ്രചാരണ പരിപാടികളാകും NDA സംഘടിപ്പിക്കുക. അതിൽ സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന ജനസ്വീകാര്യത ഒക്കെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്. ഇത് ഇരു മുന്നണികളെയും അസ്വസ്ഥരാക്കുന്നുവെന്ന് വേണം പറയാൻ. കാരണം അത് ഈ ഒരു പ്രചാരണം മറ്റൊരു സ്ഥാനാർത്ഥിക്കും ഇത്രയധികം ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള പ്രചാരണത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. എല്ലാ മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോഴും അവിടെയുള്ള ജനങ്ങളൊക്കെ ഇരു മുന്നണികളുടെ സ്ഥാനാർത്ഥികളോടും ചോദിക്കുന്നത് എവിടെയാണ് വികസനം എന്നതാണ്. എന്നാൽ സുരേഷ് ഗോപിയോട് അവർ അവരുടെ ആവശ്യങ്ങൾ പറയുന്നു, ഇവിടെ വികസനം വരണമെന്ന് പറയുന്നു, അതിനുവേണ്ടി സുരേഷ് ഗോപി വിജയിക്കണമെന്നും അവിടെയുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി വിജയിക്കുമെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രവർത്തികൾ ഇരു മുന്നണികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ ഒരു പ്രചാരണ പരിപാടികൾ ഇവരെയൊക്കെ അസ്വസ്ഥരാക്കും. തുടർന്നും ഈ കാര്യങ്ങൾ തന്നെ ഇവർ ചെയ്യുമെന്നുള്ളതിൽ മാറ്റമില്ല. കാരണം ഓരോ ബോർഡുകളും നശിപ്പിച്ചിരിക്കുന്ന ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ വ്യക്തമാണ്, വളരെയധികം ഭീതിയോടുകൂടിയാണ് ഈ കാര്യം ചെയ്തിരിക്കുന്നത്. കാരണം സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ഭീതി പൂണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഈ പ്രചാരണ ബോർഡുകൾ നശിപ്പിക്കുന്നതും അതുപോലെ ഇരിങ്ങാലക്കുടയിൽ ഉൾപ്പെടെ ഈ ചെയ്തതും. എന്തായാലും എത്രയൊക്കെ ഇരുട്ടിലാക്കാൻ ശ്രമിച്ചാലും ഈ വികസന നായകനായി സുരേഷ് ഗോപി വിജയിക്കുമെന്ന് തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങളുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷയിൽ തന്നെയാണ് NDA നേതൃത്വവും. കാരണം ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും അവിടെയുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ ആയാലും അല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് വോട്ടർമാരെയൊക്കെ കാണുമ്പോൾ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ഈ നാട്ടിൽ വികസനം കൊണ്ടുവരുമെന്ന് തന്നെയാണ്. ഈ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഉൾപ്പെടെ അദ്ദേഹം സന്ദർശിച്ച സമയത്ത് അവിടെയുള്ള കായിക താരങ്ങളോടും അദ്ദേഹം വ്യക്തമാക്കിയത് അത് തന്നെയാണ്. കാരണം ഇരു മുന്നണികളും വികസനം വരുന്നതിന് തടസ്സമായി നിൽക്കുന്നുണ്ട്. കാരണം ഈ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിനുൾപ്പെടെ MP ഫണ്ട് ഉണ്ടായിരുന്നു, ഫണ്ട് അനുവദിച്ചിരുന്നു. എന്നാൽ ഈ മുന്നണികൾ ചേർന്ന് നിന്നുകൊണ്ട്, അതായത് കോർപ്പറേഷന്റെ ഭരണസമിതിയാണ് അതിന് തടസ്സം നിന്നിട്ടുള്ളത്. അതൊക്കെ തന്നെ ജനങ്ങളോട് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അദ്ദേഹം അവിടെയുള്ള വികസന മുരടിപ്പിന്റെ കാരണം എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതൊക്കെ തന്നെ ജനങ്ങൾ മനസ്സിലാക്കുന്നുമുണ്ട്. അത് കൃത്യമായും ജനങ്ങൾ മനസ്സിലാക്കി സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുമെന്നതിൽ ഭയം പൂണ്ടാണ് ഇത്തരം പ്രവർത്തികൾ ഇരു മുന്നണികളുടെയും ഒത്താശയോടുകൂടി ചെയ്യുന്നത്. ഇത് ആരാണ് ഈ ബോർഡുകൾ നശിപ്പിച്ചത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തത കുറച്ചുകൂടെ വരാനുണ്ട്. കാരണം ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുകയാണ്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയുവാൻ സാധിക്കും. ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭ്യമാകും. തൃശൂർ പനമുക്കിൽ സ്ഥാപിച്ചിരുന്ന സുരേഷ് ഗോപിയുടെ പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചു, ഇരുട്ടിന്റെ മറവിൽ നശിപ്പിച്ചതെന്ന് BJP പ്രവർത്തകർ ആരോപിച്ചു. സംഭവം പനമുക്ക് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താനിരിക്കെ M മനോജാണ് വിവരങ്ങൾ നൽകിയത്.